ഗ്രൂപ്പുകളുടെയും ബന്ധങ്ങളുടെയും പേരിൽ നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന രീതി അവസാനിപ്പിച്ചെന്നും ഇങ്ങനെ വരുന്നവർക്ക് സീറ്റ് നൽകില്ലെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ പറഞ്ഞു. പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാന മന്ദിരമായ രാജീവ് ഭവന്റെ നവീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KPCC പ്രസിഡന്റ്. ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് സാധിക്കുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്നു. ആ പഞ്ചായത്ത് ഇലക്ഷനകത്ത് നഷ്ടപ്പെട്ടു പോയ എല്ലാ പഞ്ചായത്തുകളും തിരികെ പിടിക്കാനുള്ള അധ്വാനം നിങ്ങൾ തുടങ്ങണം, ഇപ്പോഴേ തുടങ്ങണം. ആ തുടക്കത്തിന് റിസൾട്ട് ഉണ്ടാകും എന്ന് നിങ്ങൾ ഓർക്കണം. ഇവിടെ ഈ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ അകത്ത് നമുക്ക് നല്ല വ്യക്തിത്വമുള്ള ആളുകളെ കൊണ്ടുപോയി കാണിക്കണം. ഞാൻ ഒരു കാര്യം നിങ്ങളൊക്കെ പറയാ, നിങ്ങൾ ഈ ഗ്രൂപ്പും ക്രീപ്പും എന്നെല്ലാം പറഞ്ഞിട്ട് ഓരോരാളെയും കെട്ടിയെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഓനെ ആക്കണം ഇവരെ ആക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ തെറ്റും. ഉള്ള കാര്യം പറഞ്ഞാൽ കഴിവും പ്രാപ്തിയും ജനവിശ്വാസവും ഉള്ളവരായിരിക്കണം ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ. ജനങ്ങൾക്ക് അവരോട് മതിപ്പും ബഹുമാനവും വേണം. പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ആദരവുണ്ടാവണം. അങ്ങനെ അല്ലാത്ത ഓരോരുത്തരെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇവിടെ പഞ്ചായത്തിലും പാർലമെന്റ് അസംബ്ലിയിലും ഒക്കെ മത്സരിപ്പിക്കാൻ നിങ്ങൾ കരുതിയാൽ ഇത്തവണ നിങ്ങൾക്ക് മത്സരിക്കാൻ കഴിയില്ല, മത്സരിക്കാൻ അനുവദിക്കില്ല എന്ന് ഞാൻ ആണയിട്ട് പറയാൻ ഈ സന്ദർഭത്തിലാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ അനുകൂലമായ സാഹചര്യം വിനിയോഗിക്കാൻ നിങ്ങൾ ഓരോരാളുകളും മനസ്സ് വെച്ച് പ്രവർത്തിക്കണം. കുടുംബയോഗം എല്ലാ ജില്ലയിലും കുടുംബയോഗത്തിൽ ഞാൻ നേരിട്ട് പോയി പങ്കെടുക്കുന്നുണ്ട്. ആളുകളും ഇടതുപക്ഷ പ്രവർത്തകരോട് ആ രീതിയിലേക്ക് നിങ്ങൾ കടന്ന് സംസാരിച്ച് കൂടെ നിർത്തി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ആവശ്യപ്പെടുകയാണ്. ഇക്കുറി CPM-ന്റെ ഇടതുപക്ഷ വോട്ട് നമുക്ക് നല്ല ഭംഗിയിൽ ഒരുപാട് വോട്ടുകൾ കിട്ടുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ മലബാറിലാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കൊട്ടക്കൊത്തളത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അവിടുത്തെ വികാരമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് വിചാരമാണ് നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ പിറകിൽ നമ്മൾക്കൊന്ന് അണിനിരക്കാൻ സാധിച്ചാൽ ആളുകളൊക്കെ നമ്മളോടൊപ്പം നിൽക്കും. DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സാഹചര്യം ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാരും പല ഭാരവാഹികളും സഹായിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിലയിൽ ഈ കെട്ടിടം പൂർത്തീകരിക്കുവാൻ കഴിയുന്നത്. ഇവിടെ കാർ പോർച്ച് മാത്രമല്ല പണിഞ്ഞിരിക്കുന്നത്, പലരും ദേശാഭിമാനി പത്രത്തിൽ കൊണ്ട് വാർത്ത കൊടുത്തിരിക്കുന്നു. കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ പറ്റി പറയുന്നതിന് വേണ്ടിയുള്ള പത്രമാണ് ദേശാഭിമാനി പത്രത്തില് വാർത്ത വന്നു. ഇതിനറിയാം, നിങ്ങൾക്കറിയാം, ഇന്ദിരാഗാന്ധിയുടെ പേരിൽ 3000-ഓളം പുസ്തകങ്ങളാണ് ഇപ്പോൾ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകൾ വശത്ത് ഒരു ലൈബ്രറി കെട്ടിടം, അതിന്റെ ഉദ്ഘാടനം ഉടൻ തന്നെ നടത്തുന്നതാണ്. അതിന്റെ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. തൊട്ടടുത്ത് തന്നെ 2 ബാത്റൂമുകള് പണിയുവാനും ഈ ഓഡിറ്റോറിയം ടൈലിട്ട് നവീകരിക്കുന്നതിനും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. DCC ജനറൽ സെക്രട്ടറി K ജാസിൻകുട്ടി സ്വാഗതം പറഞ്ഞു. പുതിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഐക്യജനാധിപത്യ മുന്നണിയുടെ ചേരിയായിരുന്ന പത്തനംതിട്ട ജില്ല തിരിച്ചുപിടിക്കുക എന്നുള്ള പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസ്സുകാരുടെയും ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെയും ആഗ്രഹത്തിന്റെ 1ാം ഘട്ടമെന്ന നിലയിലാണ് നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും അതിന്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളായ പ്രൊഫസർ PJ കുര്യൻ, ആന്റോ ആന്റണി MP, അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ, KPCC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി M ലിജു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു, DCC വൈസ് പ്രസിഡന്റ് A സുരേഷ് കുമാർ, മുൻ DCC പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് K ശിവദാസൻ നായർ, P മോഹൻരാജ്, മുൻ MLA മാലേത് സരളാദേവി എന്നിവർ സംസാരിച്ചു.